സന്തോഷങ്ങളും സങ്കടങ്ങളും മനുഷ്യജീവിതത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നുവരും. അതിൻ്റെ ആയുസ്സ് എത്രയാണെന്ന് ആർക്കും എങ്ങനെയും പ്രവചിക്കാനാകില്ല. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ സന്തോഷങ്ങളിൽ നിറഞ്ഞാഘോഷിച്ചു നിൽക്കവേ. അതുതന്നെയായിരുന്നു എരുമേലി വാഴൂരിലെ ഷംസുദ്ദീൻ്റെ കുടുംബത്തെ തേടിയും എത്തിയത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പായിരുന്നു ആഘോഷമായുള്ള മകളുടെ വിവാഹം. അതു കഴിഞ്ഞ് സന്തോഷത്തോടെ നിറമനസ്സോടെ മടങ്ങവെയാണ് ജീവിതത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ദുരന്തം ആ കുടുംബത്തെ തേടിയെത്തിയത്. ആ വേദനയിൽ ഹൃദയം പൊട്ടിക്കരയുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു എരുമേലി വാഴൂരിലെ ഷംസുദ്ദീൻ്റെയും ഭാര്യ ഷീന ഷംസുദ്ദീൻ്റെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലൊന്ന്. ഏകമകൾ നെഫ്ലയുടെ വിവാഹമാണത്. മകൾ ജനിച്ച നാൾ മുതൽ ഷംസുദ്ദീനും ഷീനയും സ്വപ്നം കണ്ടു നടന്ന ദിവസം. കല്യാണം ഉറപ്പിച്ച ശേഷം അവൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിനായുള്ള നെട്ടോട്ടത്തിലായിരുന്നു അവർ രണ്ടുപേരും. എല്ലാം പൂർത്തിയാക്കി കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം സെൻറ് മേരീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിവാഹം അതിഗംഭീരമാക്കി മകളെ മരുമകന് കൈപിടിച്ചേൽപ്പിച്ചതിൻ്റെ സന്തോഷത്തിലും ആശ്വാസത്തിലുമായിരുന്നു ഇന്നലെ അവർ. പിന്നാലെയാണ് വിവാഹാഘോഷങ്ങളുടെ ബാക്കി ചടങ്ങുകൾക്കായി ഷീനയും ഭർത്താവും മകൻ നബിൽ മുഹമ്മദ് ഷായും മകളുടെ ഭർതൃവീട്ടിലേക്ക് പോയത്. കോട്ടയം കുടയംപടിയിലുള്ള ഭർത്താവിൻ്റെ വീട്ടിൽ റിസപ്ഷൻ ചടങ്ങുകളും മറ്റും ഉണ്ടായിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുത്ത് പുതിയ ബന്ധുക്കളെയെല്ലാം പരിചയപ്പെട്ട് വിശേഷങ്ങളെല്ലാം പങ്കുവച്ച് അവരെയെല്ലാം വീട്ടിലേക്ക് വരുവാൻ ക്ഷണിക്കുകയും ചെയ്ത ശേഷമാണ് അവർ മൂവരും തിരിച്ച് മകളോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്കു തിരിച്ചത്. എന്നാൽ മടങ്ങും വഴി അവരെ കാത്തിരുന്നത് ഒരു വലിയ ദുരന്തമായിരുന്നു. മൂവരും സഞ്ചരിച്ച അത്യാഡംബര കാർ ദേശീയപാതയിൽ 17-ാം മൈൽ ഇളമ്പള്ളി കവലയിലെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. 30 അടിയോളം താഴ്ചയിലേക്കാണ് കാർ മറിഞ്ഞു വീണത്. വളവിൽ വെച്ച് കാറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ കാറിൻ്റെ പിന്നിലിരുന്ന ഷീനയ്ക്ക് ജീവൻ പോവുകയായിരുന്നു. മുമ്പിലിരുന്ന മകനും ഷംസുദ്ദീനും സീറ്റ് ബെൽറ്റ് ധരിച്ചതിനാൽ പരിക്കേൽക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ പിന്നിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയിരുന്ന ഷീനയ്ക്ക് ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. 53 വയസ്സുകാരിയായിരുന്ന ഷീന എരുമേലി പാണപ്പിലാവ് ഗവൺമെൻറ് സ്കൂളിൽ ഹെഡ് മിസ്ട്രസ്സായി ജോലി ചെയ്യുകയാണ്. മകളുടെ കല്യാണം കൂടി മടങ്ങിയ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും സഹപ്രവർത്തകരുമെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ അറിഞ്ഞത് ഷീനയുടെ മരണവാർത്തയായിരുന്നു. അതിൻ്റെ നടുക്കത്തിലാണ് ഇപ്പോൾ കുടുംബവും ഉള്ളത്. എരുമേലി പുത്തൻപുരയ്ക്കൽ കുടുംബാംഗമാണ് ഷീന. മകളും മരുമകനും പരിക്കുകളോടെ രക്ഷപ്പെട്ട മകനും ഭർത്താവുമെല്ലാം അപ്രതീക്ഷിത വേർപാടിൻ്റെ നടുക്കം ഉൾക്കൊള്ളാനാകാതെ നെഞ്ചുപൊട്ടി കരയുകയാണ് ഇപ്പോൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.